ഹലോ ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ താത്തൻ്റെ വീടിൻ്റെ ഹോം ടൂർ ആയിട്ടാണ് കേട്ടോ വന്നത്. എൻ്റെ വീടിൻ്റെ ഹോം ടൂറൊക്കെ ഞാൻ എൻ്റെ ഇതിൽ ഇട്ടിട്ടുണ്ട്, പോയി കാണണം. കാണാത്തവരുണ്ടെങ്കിൽ കാണണേ. നല്ല അഭിപ്രായങ്ങൾ കമൻറ്റ് ലൈക്കൊക്കെ ഇടണം. അതാണ് എൻ്റെ വീഡിയോ മറ്റുള്ളവർക്ക് എത്തിക്കുകയുള്ളൂ, മറ്റുള്ളവരിലേക്ക്. പിന്നെ മുന്നിൽ ഇതാ വിശാലമായ മുറ്റുണ്ട്. അൽഹംദുലില്ലാ, ഗേറ്റ് കടന്ന് വന്നാൽ തന്നെ വിശാലമായ മുറ്റാണ്, മാഷാ അല്ലാ. പിന്നെ ചെടിയിൽ ചെറുങ്ങനൊക്കെ ചെടികളൊക്കെ താത്ത സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പച്ച കളർ പുല്ലൊക്കെ അവിടെ ഏതാ സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ പുല്ല് മറ്റല്ല, ആദ്യം അങ്ങനെ സാധാ പുല്ലേന് വെച്ചിരുന്നത്, നാച്ചുറലായിട്ടുള്ള. ഇപ്പോൾ ഇത് പ്ലാസ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ചതാണ്. ഇപ്പോൾ ആദ്യത്തെയൊക്കെ ഇതായിപ്പോയപ്പോൾ ഇങ്ങനെ വെച്ചതാണ്, മോൻ്റെ കല്യാണമായിട്ട്. കുറച്ച് ചെടികളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. മുന്നിലും കുറച്ച് ചെടികളുണ്ട്. അപ്പം വീടിൻ്റെ വാള് ഒരു സൈഡൊക്കെ ഗ്ലാഡിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കയറി ചെല്ലുന്നത് ഒരു എൽ ഷേപ്പ് മോഡലുള്ള സിറ്റ് ഔട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തത്. 2 സ്റ്റെപ്പ് നീളമുള്ള 2 സ്റ്റെപ്പ് ഉണ്ട്. അപ്പം ആദ്യം ഈ വീട് ഇങ്ങനെ ഒന്നല്ല ഇനി സിറ്റ് ഔട്ട്. വീട് താമസിക്കുന്ന സമയത്ത് ഉള്ളിലേക്ക് പറഞ്ഞാൽ ലിവിങ് ആയിരുന്നു സിറ്റ് ഔട്ട്. പിന്നെ അതിലേക്ക് മുന്നിലേക്ക് ആ സിറ്റ് ഔട്ട് ലിവിങ് ആക്കിയാണ്ട് മുന്നിലേക്ക് വേറെ സിറ്റ് ഔട്ടൊക്കെ എടുത്തതാണ്. ഇതൊരു എൽ ഷേപ്പാണ്. എൽ ഷേപ്പ് മോഡൽ തന്നെയാണ് കേട്ടോ ഇവിടെ ചാരുപടിയും സെറ്റ് ചെയ്തത്. പിന്നെ അവിടെ ഒരു ഷൂ റാക്ക് ഉണ്ട്. പിന്നെ തിരുമ്പിയതൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡ് ഉണ്ട്. അത് പിന്നെ ഉണങ്ങാത്തതൊക്കെ എടുത്തിടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. പിന്നെ ഇതാ മുന്നിൽ തന്നെ ഒരു വുഡിൻ്റെ 2 ചെയറുണ്ട്. പിന്നെ 2 ഒറ്റക്കലിൻ്റെ 2 ജനലാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇതൊക്കെ തേക്കാൻ കേട്ടോ, ഡോറും ജനലൊക്കെ. അങ്ങനെ അങ്ങോട്ട് നമ്മൾ ഡോറ് തുറന്ന് കയറിയാൽ തന്നെ നമ്മൾ കാണുന്നത് പിന്നെ 4 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സോഫ അവിടെ ഈ ലിവിങ്ങിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലെതറാണ് കേട്ടോ, അങ്ങനെ ചെയ്യിച്ചതാണത്. അതിന് മോളെ എൻഗേജ്മെൻറ്റ് സമയത്ത് ചെയ്തതാണ്. ഇവിടെ പിന്നെ ഇതൊക്കെ സീലിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട്, ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിന്. പിന്നെ ഒരു വാൾ ഫാനാണ് ചുമരിലുള്ളത്. പിന്നെ ഒരു ഫ്രെയിമുണ്ട് ഒരു സൈഡിൽ. പിന്നെ ഒരു സൈഡിൽ ഇതുപോലെ ആയത്തുൽ കുർസിയില്ലേ, ഖുർആനിലെ ആയത്തുൽ കുർസിയും ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതവിടെ കർട്ടണൊക്കെ ഉണ്ട് ജനലിന്. പിന്നെ ഞാൻ ഒരു സൈഡിൽ നിന്നും കൂടെ ഞാൻ നിങ്ങൾക്ക് അങ്ങനെ വീഡിയോ എടുത്ത് കാണിക്കാൻ കേട്ടോ. ഹാളിൻ്റെ ഭാഗത്ത് നിന്നുങ്ങാണ്ട് ഒന്നും കൂടെ വീഡിയോ ഒന്നും കൂടെ എടുത്തതാണ്. അങ്ങനെ ഈ ലിവിങ് എന്ന് കയറി വരുന്നത് ഒരു ഹാളാണ് കേട്ടോ, ഒരു ഡൈനിങ് ഹാളാണ്. അവർ 5-8 പേർക്ക് ഇരിക്കാൻ പറ്റിയൊരു ടേബിൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസിൻ്റെ ടേബിളാണ്. പിന്നെ സൈഡിൽ ഷോക്കേസ് ഉണ്ട്, ഫാൻസി ലൈറ്റ് ഉണ്ട് കേട്ടോ, അത് കാണിച്ചതാണ്. പിന്നെ അങ്ങനെ സൈഡിൽ പോയിട്ട് ഒരു വാഷ് ബേസിൻ്റെ ഏരിയ ആണ് ഇത് കേട്ടോ. അതും റിനോവേറ്റ് ചെയ്യുന്ന സമയത്ത് ചെയ്തതാണ്. ആദ്യം സാധാരണ മോഡൽ വാഷ് ബേസ് ആയിരുന്നു, അതിപ്പോൾ കിച്ചണിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിന് പ്രത്യേക ഏരിയ ഇതാക്കിയാണ്ട് അടിപൊളി ഒരു വാഷ് ബേസ് തന്നെയാണ് കേട്ടോ. ഇതിന് പിന്നെ അടിയിലൊക്കെ സ്റ്റോറേജ് പ്ലേസൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ സൗണ്ട് പോയിട്ടുണ്ടാവും കേട്ടോ. എനിക്ക് ജലദോഷം ഒരു പനിയൊക്കെ ഉണ്ടായിരുന്നു, ജലദോഷം ചുമയൊക്കെ ഉണ്ട്. അപ്പം പിന്നെ സൗണ്ട് കണ്ട് ഇനിയിപ്പോൾ അത് റെഡി ആയി വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അത് ആർക്കെങ്കിലും ഒരു ഇറിറ്റേറ്റ് ആവുന്നുണ്ടെങ്കിൽ ക്ഷമിക്കട്ടോ. പിന്നെ അത് സൈഡിലൊരു തയ്യൽ മെഷീൻ ഉണ്ട്. അപ്പോൾ അതവിടെ ഇല്ല കേട്ടോ, മുകളിലായിരുന്നു. അപ്പോൾ അതൊക്കെ എപ്പോഴും കയറാൻ കാലുവേദന ഒക്കെ ഉള്ളത് കാരണം കയറാൻ കഴിയാത്തതുകൊണ്ട് അതിവിടെ കൊണ്ടുപോയി വെച്ചതാണ്. അതിൻ്റെ സൈഡിലുണ്ട് ഒരു ഷോക്കേസൊക്കെ ഉണ്ട്. ഇതങ്ങനെയാണ് കാണുന്നത് ഹാള്. അത്യാവശ്യം വലിപ്പമാണ് കേട്ടോ. എൻ്റെ വീട്ടിലെ ഹാളിനെക്കാളും വലിപ്പമുള്ള ഹാളാണ് അതിൻ്റെ വീട്ടിലെ ഹാള്. അപ്പോൾ ഈ ഹാളിൽ തന്നെ കാണുന്നുണ്ട് ഫസ്റ്റിലെ റൂം. ഈ ഡോറ് ഫസ്റ്റിലെ റൂമാണ് കേട്ടോ. അപ്പം റൂമിൻ്റെ അടുത്ത് നിന്നൊരു വീഡിയോ ആണത്. പിന്നെ ഇവിടെ ഒരു കട്ടിലും 2 കല്ല്, ഒരു അൾമാറുണ്ട് 2 പൊളീൻ്റെ. പിന്നെ ചെറിയൊരു സ്റ്റഡി ടേബിൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് താത്തൻ്റെ മറ്റൊരു വലിയ സ്റ്റഡി ടേബിൾ തന്നെയാണ്. മോനിക്ക് 9 വയസ്സായിട്ടുള്ളൂ. ചെറിയ മോളും എന്നിട്ട് 14 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. മോളെ കല്യാണം കഴിഞ്ഞൊരു കുട്ടിയുണ്ട്. മോൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 6 മാസം ആയിട്ടുണ്ട്. മുകളിലൊരു റാക്കൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ പുറത്ത് വന്നിട്ട് കോണിൻ്റെ ചുവട്ടിൽ പിന്നെ ബാത്റൂമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഹാളിൽ നിന്ന് തീരെ ബാത്റൂം കാണുന്നില്ല കേട്ടോ. നമുക്ക് ആർക്കും ഗസ്റ്റൊക്കെ ഉണ്ട് വെച്ചിട്ട് പോകാൻ നിൽക്കണ കുഴപ്പമൊന്നുമില്ല, ആരും കാണുന്നില്ല. പിന്നെ ബാത്റൂമുണ്ട്, അത് സാധാ ക്ലോസറ്റൊക്കെയുള്ള ബാത്റൂം തന്നെയാണ്, ഇന്ത്യൻ ക്ലോസറ്റാണ്. പിന്നെ ഇത് കോണിൻ്റെ ചുവട്ടിലൊരു സ്റ്റോറേജ് പ്ലേസൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ മോൻ്റെ കല്യാണമായിട്ട് വെച്ചതാണ്. എല്ലാ ടൂൾസോ കാര്യങ്ങളോ എന്തൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ പോയാൽ ആ ഭാഗത്ത് കിച്ചൺ കേട്ടോ. ആ ഡോറ് തുറന്ന് വെച്ചത് ആണ് കിച്ചൻ്റെ കിച്ചൻ്റെ ഇത് വീഡിയോ പിന്നെ ഇടാം കേട്ടോ. അത് വേറെ ആക്കി തന്നെ ഇടാം, ലെങ്ത്ത് കൂടും.
പിന്നെ ഇതാ അടുത്ത റൂം കേട്ടോ. അങ്ങനെ വന്നിട്ട് കോണീൻ്റെ സൈഡിലാണ് ഈ റൂം നിൽക്കുന്നത്. ഇത് അളിയൻ്റെ റൂമാണ്. മറ്റേ റൂമിൽ ഞങ്ങളൊക്കെ വന്നാൽ കൂടുതൽ ഞങ്ങൾ അവിടെയാണ് കിടക്കാറുള്ളത്. അതിന് പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമൊന്നും ഇല്ല കേട്ടോ. കോമൺ ആയിട്ടുള്ള ഈ കോണിൻ്റെ അവിടെയുള്ള ബാത്റൂമാണ് ഉള്ളത്. ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഉണ്ട്. അവിടെ ബാത്റൂമിൽ ഹീറ്ററൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിനോട് കൂടി ബാത്റൂമിൻ്റെ കൊണ്ടിട്ട് തന്നെ ഒരു ചുമരുമൊരു അൾമാറ, ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ ആദ്യം വീട് എടുക്കുന്ന സമയത്ത് റാക്കൊക്കെ വാർത്തിട്ട് പിന്നെ അതിനങ്ങനെയുള്ള പുളി വെച്ചതാണ്. പിന്നെ ഈ റൂമിൽ തന്നെ ഒരു പ്ലൈവുഡിൻ്റെ അൾമാറയുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ വന്നിട്ട് ഇതാ ഇനി മുകളിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ ഒന്നും കൂടെ ഇവിടെ അങ്ങനെ കാണിച്ചതാണ് കേട്ടോ. ഇപ്പം ഇനി മുകളിലേക്ക് കയറാണ്. ആ റൂമിൻ്റെ അടുത്ത് തന്നെയാണ് ഈ കോണി വരുന്നത്. അപ്പോൾ അങ്ങനെ കയറി പോകുമ്പോൾ വലത് സൈഡിൽ ഒരു റൂമുണ്ട്, ഇടത് സൈഡിലാണ് ഡൈനിങ് ഹാളുള്ളത് മുകളിലെ. അവിടെ ഒരു നല്ലൊരു കർട്ടനൊക്കെ ഉണ്ട്. അതിൻ്റെ റൂമിലും അങ്ങനത്തെ കർട്ടനാണ് കേട്ടോ ഉള്ളത്. നെറ്റൊക്കെ ആയിട്ടുള്ള നല്ല ഒരു അടിപൊളി കർട്ടനാണ്. നെറ്റിട്ടുണ്ട്. പിന്നെ മുകളിൽ സാധാ മോഡൽ കർട്ടൻ ഇടുക. അങ്ങനെ കയറി വന്നാലിതാ വലത് ഭാഗത്ത് തന്നെ പിന്നെ മോൻ്റെ റൂമാണ് ഇട്ടതുള്ളത്. ഇടത് സൈഡിൽ ഡൈനിങ് ഹാളാണ്. അപ്പോൾ റൂം ആദ്യം കാണിക്കാം ഞാൻ. ഇതാണ് റൂം. നമുക്ക് മോൻ്റെ കല്യാണമായിട്ട് സെറ്റ് ചെയ്തതാണ്. അതൊക്കെ ചുമരുമ വെച്ച് തന്നെ അവിടെ വെച്ച് പണിയെടുത്തതാണ് കേട്ടോ. അതുമാതിരി മൾട്ടിവുഡിൻ്റെ ഇതാണ് കേട്ടോ. അത് വാർഡ്രോബാണ്. അത് 4 കള്ളി ആയിട്ടുണ്ട്. ഈ റൂമിൽ ഈ റൂമില്ല, മോള് 2 റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ്. ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം, മറ്റേ റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അപ്പോൾ ഈ ബാത്റൂമിൻ്റെ സൈഡിലായിട്ട് ഒരു ഡ്രസ്സിങ് ടേബിൾ ഉണ്ട് കേട്ടോ. പിന്നെ വീഡിയോ പെട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഇതിൻ്റെ സൈഡിലായിട്ടാണ്, ഒരു സൈഡൊക്കെ ആയിട്ടാണ്, പെട്ടെന്ന് കാണൂല ആ രീതിക്കാണ്. ഇവിടെയും കർട്ടനൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ കർട്ടനാണ് ഒരു സ്ഥലത്ത്, ഒന്നിലും അങ്ങനത്തെ അല്ല, ഒരു മോഡൽ കർട്ടനാണ്. പിന്നെ ഇതാണ് മോളെ റൂമാണ് ഇപ്പം ഞാൻ തുറക്കുന്നത്. അത് മോൻ്റെ റൂമായിരുന്നു. ഇത് ഇവിടെ ഒരു മൾട്ടിവുഡിൻ്റെ കയറുമ്പോൾ തന്നെ കാണാം. അത് മൾട്ടിവുഡിൻ്റെ ഒരു വാർഡ്രോബാണ്. അവിടെ ഒരു ബാൽക്കണി ഉണ്ട് കേട്ടോ. അവിടെ തുറന്നാൽ ഒരു ബാൽക്കണിക്കാണ്. അന്ന് ഞാൻ പിന്നെ തുറന്നിട്ടില്ല. അത് പിന്നെ അടുക്കളയുടെ നേരെ ഭാഗത്തേക്കാണ് അത് വരുന്നത്. ഇതൊക്കെ മുകളിലെ റൂം, താഴത്തെ റൂമുകളൊക്കെ മറ്റുള്ള റൂമിൽ നിന്നൊക്കെ എടുത്താണ് കിച്ചണൊക്കെ കൂട്ടിക്കാണ്ട് അങ്ങനെ സ്പേസ് കൂട്ടിയെടുത്തതാണ്. അപ്പോൾ മുകളിലെ 2 റൂമും അത്യാവശ്യം വലിയ റൂമാണ്. പ്രത്യേകിച്ച് ഈ മോളെ റൂമാണ് കുറച്ചും കൂടെ ഒന്ന് വലിപ്പമുള്ളത്. അവിടെ നല്ല അവിടെയും ഉള്ള പിന്നെ കട്ടിലും ബെഡൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് തന്നെയാണ് കേട്ടോ. കട്ടിൽ പിന്നെ ചുമര് വെച്ചിട്ട് അത് മൾട്ടിവുഡ് തന്നെയാണ്. ഇതിനും ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത തന്നെ ഒരു ബാത്റൂമുണ്ട്. ഇവിടെ ഇതേപോലെ ഡ്രസ്സിങ് ടേബിൾ അതാ ഇവിടെ ഉണ്ട് കേട്ടോ. താഴെയുള്ള സാധനങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസൊക്കെ ഉണ്ടായിട്ട് നല്ലൊരു ഇതാണ്. പിന്നെ ഇങ്ങനെ വന്നിട്ട് ഡൈനിങ് ഹാൾ കാണിക്കാം കേട്ടോ. നമ്മൾ കോണി കയറി വരുമ്പോൾ ഇടത് സൈഡിലാണ് ഇവിടെ ഡൈനിങ് ഹാൾ. ഇവിടെ ഇസ്തിരിയുണ്ട്, ടേബിളുണ്ട്, ഒരു അടിയുണ്ടായിരുന്ന ദിവാൻ ഇപ്പോൾ മുകളിലേക്ക് ഇട്ടിക്കണ്. പിന്നെ അതുപോലെ 2 അൾമാറുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ. അവിടെ തോർത്തുണ്ടും കഴിച്ച ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ TV ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല, TV ഉണ്ട് അവിടെ. പിന്നെ ഇതുപോലത്തെ സിറ്റ് ഔട്ടിന് മുകളിലത്തെ ബാൽക്കണിക്കുള്ളതാണ്. പിന്നെ ഡോറൊന്നും ഞാൻ തുറന്നിട്ടില്ല കേട്ടോ. അവിടെ ചെറിയൊരു ബാൽക്കണിയൊക്കെ ഉണ്ട്. ഇങ്ങനെയാണ് ഡൈനിങ് ഹാള്. അവിടെ ഇങ്ങനെയുള്ള കർട്ടനാണ് വെച്ചത്. പിന്നെ ഇങ്ങനെ താഴത്തേക്ക് വരും. അപ്പോൾ ഇത്ര ഉള്ള വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.